ഈസി പോയിന്റിലേക്ക് ഏവർക്കും സ്വാഗതം. +2 പൊളിറ്റിക്കൽ സയൻസിൻ്റെ ഫോക്കസ് പോയിന്റ് റിവിഷൻ്റെ പ്രധാനപ്പെട്ട ക്വസ്റ്റ്യൻ ആൻസേഴ്സ് പാർട്ട് 14. നർമ്മദ ബെച്ചാവോ ആന്തോളൻ. ദിസ് മൂവ്മെൻറ്റ് കെയിം ആസ് എ റിസൾട്ട് ഓഫ് സർദാർ സരോവർ പ്രൊജക്റ്റ്. സർദാർ സരോവർ പദ്ധതിയുടെ ഫലമായിട്ടാണ് ഈ പ്രസ്ഥാനം നർമ്മദ ബെച്ചാവോ ആന്തോളൻ ഉയർന്നു വന്നത്. ഇത് സർക്കാരിൻ്റെ സാമ്പത്തിക നയത്തെ ചോദ്യം ചെയ്യുന്ന ഒന്നായിരുന്നു. It was also a movement against large-scale displacement of people for huge development project. വൻ വികസന പദ്ധതികൾക്കായി ജനങ്ങളെ വലിയ തോതിൽ കുടിയൊഴിപ്പിക്കുന്നതിനെതിരെയായിരുന്നു ഈ പ്രസ്ഥാനം. സർദാർ സരോവർ പ്രൊജക്റ്റ് ഈസ് എ ലാർജ് സ്കെയിൽ പ്രൊജക്റ്റ്. ഒരു വലിയ തോതിലുള്ള പദ്ധതിയായിരുന്നു സർദാർ സരോവർ പദ്ധതി. ദ പ്രൊജക്റ്റ് വാസ് ടു ബിൽഡ് എ നമ്പർ ഓഫ് ബിഗ് ആൻഡ് സ്മോൾ ഡാംസ്. വലുതും ചെറുതുമായ നിരവധി ഡാമുകൾ നിർമ്മിക്കുക എന്നതായിരുന്നു സർദാർ സരോവർ പ്രോജക്റ്റ്. ദ പ്രോജക്റ്റ് വുഡ് കവർ മധ്യപ്രദേശ്, ഗുജറാത്ത് ആൻഡ് മഹാരാഷ്ട്ര. 3 സ്റ്റേറ്റുകൾ കവർ ചെയ്യുന്ന ഒരു പദ്ധതിയായിരുന്നു, ഒരു വൻ പദ്ധതിയായിരുന്നു ഇത്. മധ്യപ്രദേശ്, ഗുജറാത്ത്, മഹാരാഷ്ട്ര. ദിസ് പ്രോജക്റ്റ് വുഡ് ഹെൽപ്പ് ഗുജറാത്ത് ടു ഹാവ് ഗുഡ് ഇറിഗേഷൻ ആൻഡ് ഇലക്ട്രിസിറ്റി. ഇവരുടെ ലക്ഷ്യം എന്ന് പറഞ്ഞാൽ ഗുജറാത്തിലെ ജലസേചനവും വൈദ്യുതിയും ലഭിക്കുവാൻ വേണ്ടിയായിരുന്നു. നർമ്മദ ബെച്ചാവോ ആന്തോളൻ വാസ് ടു പ്രൊട്ടക്റ്റ് നർമ്മദ. എന്നാൽ നർമ്മദ നദിയെ പ്രൊട്ടക്റ്റ് ചെയ്യുക, അതിന് കുറുകെ ഡാം കെട്ടുന്നത് തടയുന്നതിനാണ് ഇത് നർമ്മദ ബെച്ചാവോ ആന്തോളൻ തുടങ്ങിയത്. ദ മൂവ്മെൻറ്റ് ഡിമാൻഡ് ദ സ്റ്റോപ്പേജ് ഓഫ് കൺസ്ട്രക്ഷൻ ഇൻ ദിസ് റിവർ. ഈ നദിയിലെ നിർമ്മാണം നിർത്തണം എന്നാണ് പ്രസ്ഥാനം ആവശ്യപ്പെട്ടത്. കാരണം ദിസ് പ്രൊജക്റ്റ് ഈസ് കംപ്ലീറ്റഡ്. ഇഫ് ദിസ് പ്രൊജക്റ്റ് ഈസ് കംപ്ലീറ്റഡ് 245 വില്ലേജസ് വുഡ് ബി സബ്മേർജ്ഡ് അണ്ടർ വാട്ടർ. അതായത് ഈ പദ്ധതി പൂർത്തിയാകുകയാണെങ്കിൽ 245 ഗ്രാമങ്ങൾ വെള്ളത്തിനടിയിലാവും. സം 2.5 lakh people will have to find new homes. അപ്പോൾ അവിടെ നിന്ന് 2.5 ലക്ഷം ആളുകൾ പുതിയ വീടുകൾ അവിടെ നിന്ന് ഒഴിഞ്ഞു കൊടുക്കേണ്ടി വരും. പുതിയ സ്ഥലങ്ങളിൽ വീട് നിർമ്മിക്കേണ്ടി വരും. സ്റ്റാർട്ടിങ് ഫ്രം ദീസ് വില്ലേജ് ദ ആന്തോളൻ ബിഗാൻ ടു സ്പ്രെഡ്. ആദ്യം ഇപ്പോൾ ഈ ഗ്രാമങ്ങളിൽ നിന്ന് ആന്തോളൻ തുടങ്ങി, അവിടെ നിന്ന് മറ്റ് പ്രദേശങ്ങളിലേക്ക് അത് വ്യാപിച്ചു. The beginning of the movement was by the demanding to rehabilitate those who would lose their home. ആദ്യം ഇത് ആരംഭിച്ചത് വീട് നഷ്ടപ്പെടുന്നവരെ പുനരധിവസിപ്പിക്കണമെന്ന ആവശ്യവുമായിട്ടാണ് ഈ ആന്തോളൻ ആദ്യമായിട്ട് തുടങ്ങിയത്. The argument also came up with the local communities would have power over the land, water and forest. പിന്നെ അവർ മറ്റൊരാവശ്യങ്ങളും കൂടി പറയാൻ തുടങ്ങി. ഒരു പ്രദേശത്തെ ഭൂമി, ജലം, വനങ്ങൾ ഇതൊക്കെ ഉപയോഗിക്കാനുള്ള അധികാരം ആ പ്രാദേശിക സമൂഹങ്ങൾക്കാണ്, അത് ഉണ്ടായിരിക്കണം എന്നുള്ളൊരു വാദവും ഇവർ ഉയർത്തി. They asked why in a democracy some people should become victims for the benefit of some others. ഈ ജനാധിപത്യ രാജ്യത്തിലെ മറ്റുള്ളവരുടെ പ്രയോജനത്തിനായി ചില ഗ്രൂപ്പുകളെ ഇരയാക്കുന്നത് എന്തുകൊണ്ടാണ്? എല്ലാവർക്കും അവകാശങ്ങളില്ലേ, സമത്വമില്ലേ? അപ്പോൾ ഒരു ഗ്രൂപ്പിന് നല്ലത് വരുവാനായിട്ട് മറ്റുള്ള ആൾക്കാരെ അവരുടെ വീടും ഉപജീവനവും നഷ്ടപ്പെടുത്തുന്നത് എന്തുകൊണ്ടാണ് എന്ന ചോദ്യമാണ് ഇവർ ഉയർത്തിയത്. ലാർജ് സ്കെയിൽ ഡിസ്പ്ലേസ്മെൻറ്റ് ഓഫ് പീപ്പിൾ വുഡ് അഡ്വേഴ്സ്ലി അഫക്റ്റ് ദം. തീർച്ചയായിട്ടും ആളുകളെ ഒഴിപ്പിക്കുന്നത് വളരെയധികം ബുദ്ധിമുട്ടുള്ള കാര്യങ്ങളാണ്. ഇറ്റ് ഓൾസോ ബ്രിങ് ഹാം ടു നേച്ചർ. പ്രകൃതിക്കത് കോട്ടമുണ്ടാക്കും. ഓൾ ദീസ് വർ ദ കോസസ് ഫോർ ദ നർമ്മദ ബെച്ചാവോ ആന്തോളൻ. ഇതൊക്കെയാണ് നർമ്മദ ബെച്ചാവോ ആന്തോളൻ്റെ പ്രധാനപ്പെട്ട കാരണങ്ങൾ. അപ്പം നർമ്മദ ബെച്ചാവോ ആന്തോളൻ മെറ്റ് വിത്ത് സ്റ്റിഫ് ഓപ്പോസിഷൻ. ഗവൺമെൻറ് വളരെ കടുത്ത നടപടിയെടുക്കാൻ, അതിന് നല്ല എതിർപ്പ് നേരിട്ടു. ഇപ്പോൾ ഈ സർക്കാരും കോടതിയും ഒക്കെ അത് ഇവരുടെ ഈ എതിർപ്പ് താങ്ങാനാകാതെ, അതായത് നർമ്മദ ബെച്ചാവോ ആന്തോളൻ്റെ ശക്തി അതിൽ പ്രതികരിച്ചുകൊണ്ട് ഗവൺമെൻറ് അവരെ പുനരധിവസിപ്പിക്കാനായിട്ട് ഗവൺമെൻറ്റും കോടതിയും അനുമതി നൽകി. ഇറ്റ് വാസ് ബിക്കോസ് ഓഫ് ദിസ് മൂവ്മെൻറ്റ് ദാറ്റ് ദ പോളിസി ഓഫ് റീഹാബിലിറ്റേഷൻ വാസ് ഫോമുലേറ്റഡ് ഇൻ 2003. 2003 ഈ റീഹാബിലിറ്റേഷൻ പോളിസി ഉണ്ടാക്കാൻ കാരണം
ഈ പ്രസ്ഥാനത്തിൻ്റെ ശക്തി കൊണ്ടാണ്. അപ്പോൾ സുപ്രീം കോടതി വിമർശിക്കുകയൊക്കെ ചെയ്തു. എങ്കിലും വികസനത്തിനെതിരാണ് ഇങ്ങനെയുള്ള പ്രസ്ഥാനങ്ങൾ എന്ന് പറഞ്ഞുകൊണ്ട് സുപ്രീം കോടതി ഇവരെ വിമർശിക്കുകയും ചെയ്തു. ഇനി അടുത്തത് മൂവ്മെൻറ്റ് റിലേറ്റഡ് ടു കാസ്റ്റ് പ്രോബ്ലംസ്, ജാതി പ്രശ്നങ്ങൾ. ഇപ്പോൾ സ്വാതന്ത്ര്യം കിട്ടിയതിന് ശേഷം ഈക്വാളിറ്റി, ഫ്രട്ടേണിറ്റി, ലിബേർട്ടി എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. അതുപോലെ തന്നെ അൺടച്ചബിലിറ്റി ഓഫൻസ് ആക്ട് ഉണ്ട്. ഇതെല്ലാം ഉണ്ടെങ്കിലും ഇന്നും ദളിതരെ ഡിസ്ക്രിമിനേറ്റ് ചെയ്യപ്പെടുകയാണ്. The fact that even today the Dalit are being discriminated against. ഇന്നും ദളിതരോട് വിവേചനം കാണിക്കുന്നു എന്നതാണ് വസ്തുത. Although there are laws against such discrimination, they are often violated. അപ്പോൾ നിയമങ്ങളെല്ലാം ലംഘിക്കുകയാണ് ചെയ്യുന്നത്. In Kerala we have ആദിവാസി ക്ഷേമ സമിതി, അയ്യങ്കാളി പദ ആൻഡ് ആദിവാസി ഗോത്ര സഭ. കേരളത്തിൽ നമുക്ക് പ്രധാനപ്പെട്ട പ്രസ്ഥാനങ്ങളാണ്, ഗോത്ര പ്രസ്ഥാനങ്ങളാണ് ആദിവാസി ക്ഷേമ സമിതി, അയ്യങ്കാളി പദ, അതുപോലെ ആദിവാസി ഗോത്ര മഹാസഭ. അതിൽ ഈ പ്രധാനപ്പെട്ട ഒരു ദളിത് മൂവ്മെൻ്റാണ് ദളിത് പാന്തേഴ്സ് മൂവ്മെൻറ്റ്. ഇത് നേഷൻ വൈഡ് മൂവ്മെൻ്റാണ്, രാജ്യവ്യാപക പ്രസ്ഥാനമാണ്. അപ്പം നിങ്ങൾക്ക് ഈ സിലബസിൽ ദളിത് പാന്തേഴ്സിനെ കുറിച്ചാണ് ചോദിച്ചിട്ടുള്ളത്. അപ്പം ദളിത് പാന്തേഴ്സ് 1970s മഹാരാഷ്ട്രയിലാണ് ഇത് ആദ്യമായിട്ട് സ്റ്റാർട്ട് ചെയ്തത്. മെനി ദളിത് യൂത്ത് ഹൂ വർ ഡിഗ്രി ഹോൾഡേഴ്സ് റിസൈഡിങ് ഇൻ സ്ലംസ് ഷോഡ് ദെയർ പവർ. അപ്പോൾ വിദ്യാഭ്യാസം നേടിയ ബിരുദധാരികളായ യുവാക്കൾ 1970s ഈ പ്രക്ഷോഭം ആരംഭിച്ചത്. ദളിത് പാന്തേഴ്സ് ഈസ് എ മൂവ്മെൻറ്റ് വർക്കിംഗ് ഫോർ ദ വെൽഫെയർ ദ ദളിത്. അപ്പോൾ ദളിതരുടെ വെൽഫെയറിന് വേണ്ടി, ഉന്നമനത്തിന് വേണ്ടി ആണ് ഇത് സ്റ്റാർട്ട് ചെയ്തത്. ആദ്യമായിട്ട് മഹാരാഷ്ട്രയിലാണ് ദളിതർ പാവന്തർ മൂവ്മെൻറ്റ് ആരംഭിച്ചത്. ഇറ്റ് ഫോട്ട് എഗെയിൻസ്റ്റ് കാസ്റ്റ് ഡിസ്ക്രിമിനേഷൻ, ജാതി വിവേചനത്തിനെതിരെയാണ് ഇവർ പോരാടിയത്. ഇറ്റ് വാണ്ട് ദ റിസർവേഷൻ ഫോർ ദ ഷെഡ്യൂൾ കാസ്റ്റ് ആൻഡ് ട്രൈബ്സ് ടു ബി ഇംപ്ലിമെൻ്റലി പ്രോപ്പർലി. റിസർവേഷൻ ഉണ്ടെങ്കിലും അത് ശരിയായ രീതിയിൽ നടപ്പാക്കുന്നുണ്ടായിരുന്നില്ല. അപ്പം അതിനെതിരെയാണ് ഇവർ ആദ്യമായിട്ട് പ്രക്ഷോഭം നടത്തിയത്. Although untouchability is legally prohibited, we can see still it in many parts of the country. അതുപോലെ തൊട്ടുകൂടായ്മ എന്നുള്ളത് നിയമപരമായി ആർട്ടിക്കിൾ രൂപീകരിച്ചപ്പോൾ തന്നെ 70 അത് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പോലും ഇന്നും രാജ്യത്തിൻ്റെ പല സ്ഥലങ്ങളിലും ദളിതരോടുള്ള ഈ വിവേചനവും അൺടച്ചബിലിറ്റിയും ഒക്കെ നമുക്ക് കാണാവുന്നതാണ്. The activities of the Dalit Panthers are concentrated in the areas where Dalit are subject to discrimination and attack. ഇന്നും ദളിതരെ ആക്രമണവും വിവേചനവും നേരിടുന്നുണ്ട്. അങ്ങനെയുള്ള പ്രദേശങ്ങളിലാണ് ദളിത് പാന്തേഴ്സ് പ്രവർത്തനങ്ങൾ കോൺസെൻട്രേറ്റ് ചെയ്തത്. ഇറ്റ് ഓൾസോ വർക്ക് ഇൻ കൊളാബറേഷൻ വിത്ത് മൂവ്മെൻറ്റ്സ് ഹൂ ഹാവ് സിമിലർ ഐഡിയോളജീസ്. ഇതുപോലെ സമാന ആശയമുള്ള മറ്റ് പ്രത്യയശാസ്ത്രവുമായി അല്ലെങ്കിൽ മൂവ്മെൻറ്റ്സുമായി ചേർന്നാണ് പ്രവർത്തിക്കുന്നത്. 1981 ഒരു ലോ പാസ് ചെയ്തു, ആക്ട് നിലവിൽ വന്നു. ദളിതരെ ദ്രോഹിക്കുന്നവർക്കെതിരെ കടുത്ത ശിക്ഷ നൽകാനായിട്ടാണ് 1989 ആക്ട് നിലവിൽ വന്നത്. അപ്പോൾ ഏകദേശം ഈ പാന്തരുടെ ഡിമാൻഡ് എന്ന് പറഞ്ഞാൽ ജാതി വിവേചനമില്ലാത്ത ഒരു സമൂഹം, നീതിപൂർവമുള്ള ഒരു സമൂഹം, നീതിയുക്തമായ ഈക്വാളിറ്റിയുള്ള ഒരു സമൂഹം. അതാണ് പാന്തേഴ്സ് ദളിത് മൂവ്മെൻറ്റിലൂടെ അവരുടെ അജണ്ട. ആഫ്റ്റർ ഇൻഡിപെൻഡൻസ് ദ മൂവ്മെൻറ്റ് ഓൾസോ ഡസ് ആക്ടിവിറ്റീസ് ഫോർ ദ വെൽഫെയർ ഓഫ് ദ പുവർ, വേജ് ഏർണേഴ്സ് ആൻഡ് സബാൾട്ടേഴ്സ്. അപ്പോൾ സ്വാതന്ത്ര്യം കിട്ടിയതിന് ശേഷം 70s ഇത് വന്നത്. അപ്പോൾ ഇത് കൂടുതലും ആളുകളുടെ ഉന്നത അല്ലെങ്കിൽ താഴ്ന്ന ജാതിക്കാരുടെ ക്ഷേമത്തിനും ഈ പ്രസ്ഥാനം കൂടുതലും നിലകൊണ്ടു. ദളിത് പാന്തേഴ്സ് made some electoral adjustment with political party, but the movement split into various fragments and its strength was lost. പക്ഷേ ഇത് ദളിത് പാന്തേഴ്സ് ഇവർ രാഷ്ട്രീയ തലത്തിലെ പല രീതികളിലുള്ള അഡ്ജസ്റ്റ്മെൻറ്റ്, ഇലക്ടോറൽ അഡ്ജസ്റ്റ്മെൻ്റൊക്കെ നടത്തി. പക്ഷെ എന്നിരുന്നാലും ഈ പ്രസ്ഥാനം പല ഭാഗങ്ങളായി പിരിഞ്ഞു പോവുകയും അതിൻ്റെ ശക്തി നഷ്ടപ്പെടുകയുമാണ് ചെയ്തത്. അപ്പം ഇനി അടുത്ത വീഡിയോയുമായി ഉടനെ എത്താം.